ഇനി ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. നീതി നിർവഹണത്തെക്കുറിച്ച് ഖലീൽ ജിബ്രാൻ പറഞ്ഞൊരു കഥയുണ്ട്. ഒരു രാത്രി കൊട്ടാരത്തിൽ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മനുഷ്യൻ ഓടിയെത്തി രാജകുമാരനെ സാഷ്ടാംഗം പ്രണമിച്ചു. വിരുന്നുകാരുടെ കണ്ണുകൾ ആ മനുഷ്യനിൽ പതിഞ്ഞു. അയാളുടെ ഒരു കണ്ണ് നഷ്ടമായിരിക്കുന്നുവെന്നും ശൂന്യമായ കൺകുഴിയിൽ നിന്നും രക്തം വാർന്നു വീഴുകയാണ് എന്നും അവർ കണ്ടു. രാജകുമാരൻ ചോദിച്ചു, നിങ്ങൾക്കെന്താണ് സംഭവിച്ചത്? ആ മനുഷ്യൻ മറുപടി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: പ്രിയപ്പെട്ട രാജകുമാരൻ, മോഷണമാണ് എന്റെ തൊഴിൽ. ഇന്ന് രാത്രി നിലാവില്ല എന്നതിനാൽ ഞാൻ പലിശക്കാരന്റെ കട കൊള്ളയടിക്കാൻ തീരുമാനിച്ചു. ജനലിലൂടെ അകത്ത് കടക്കുമ്പോൾ പറ്റിയ പിശക് മൂലം ഞാൻ എത്തിപ്പെട്ടത് നെയ്ത്തുകാരന്റെ കടയിൽ. അവിടെ ഇരുട്ടിൽ നെയ്ത്ത് തറി തടഞ്ഞ് എന്റെ കണ്ണ് പിഴുതെടുക്കപ്പെട്ടു. അല്ലയോ രാജകുമാരൻ, എനിക്ക് നെയ്ത്തുകാരനിൽ നിന്ന് നീതി ലഭിക്കണമെന്ന് അപേക്ഷിക്കുന്നു. രാജകുമാരൻ നെയ്ത്തുകാരനെ ആളയച്ചു വരുത്തി. അയാളുടെ ഒരു കണ്ണ് പിഴുതെടുക്കാൻ ഉത്തരവിട്ടു. കണ്ണിന് കണ്ണ്, അതായിരുന്നു രാജകുമാരന്റെ നീതി. പക്ഷെ വിധി കേട്ട നെയ്ത്തുകാരൻ പറഞ്ഞു, എന്റെ കണ്ണുകളിലൊന്ന് പിഴുതെടുക്കണം എന്ന് അങ്ങ് ഉത്തരവിട്ടാൽ അത് അംഗീകരിക്കുക തന്നെ. എങ്കിലും കഷ്ടമാണ്. ഞാൻ നെയ്യുന്ന വസ്ത്രത്തിന്റെ രണ്ടു വശങ്ങളും കാണാനായി എനിക്ക് രണ്ടു കണ്ണുകളും ആവശ്യമുണ്ട്. എന്റെ അയൽക്കാരൻ ചെരുപ്പുകുത്തിക്ക് രണ്ട് കണ്ണുകളുണ്ട്. അയാളുടെ തൊഴിലിന് രണ്ടു കണ്ണുകളും ആവശ്യമില്ല തന്നെ. രാജകുമാരൻ ചെരുപ്പുകുത്തിയെ വിളിക്കാൻ ആളയച്ചു. അയാൾ വന്നു. അയാളുടെ കണ്ണുകളിലൊന്ന് പിഴുതെടുക്കപ്പെട്ടു. അങ്ങനെ അവിടെ നീതി നിർവഹിക്കപ്പെട്ടു. കേൾക്കുമ്പോൾ അതിശയം തോന്നുന്ന നീതി നിർവഹണം അല്ലേ? മോഷണം തൊഴിലാക്കിയവനല്ല ശിക്ഷ, അവൻ ചൂണ്ടിക്കാണിക്കുന്നവനാണ് അത് ലഭിക്കുന്നത്. അതെവിടത്തെ നീതി എന്നാണ് മനസ്സിൽ ഉടലെടുത്ത ചോദ്യമെങ്കിൽ അങ്ങനെയും നീതി നടപ്പാക്കുന്ന ലോകമുണ്ട് എന്നേയുള്ളൂ മറുപടി. ഇനി അതിനെതിരെ വാളോങ്ങാനാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ നിങ്ങൾ മാനം കെടും. ചിലപ്പോൾ നിങ്ങളുടെ നാവ് തന്നെ അരിഞ്ഞെടുക്കപ്പെട്ടേക്കും. അതറിയാവുന്നതുകൊണ്ടാണ് ഈ രക്ഷിതാക്കൾ ഇങ്ങനെ ആശങ്കപ്പെടുന്നത്. അയാൾ സിവിൽ സർവീസിൽ പോയിട്ട് ഈ എടുക്കുന്ന ചലഞ്ചസ് എനിക്ക് വളരെ സന്തോഷം. ഞങ്ങൾ രണ്ടുപേർക്കും സന്തോഷമാണ്. പക്ഷെ എന്തൊക്കെയായാലും പിന്നീട് നമ്മൾ കണ്ട സീൻ, അവിടെ ഒരു പോലീസിന്റെ അന്തരീക്ഷം വരിക, അപ്പുറം തർക്കിക്കുക, ഒരാള് ഒന്ന് ഒരു തള്ളലും മുട്ടലൊക്കെ ഉണ്ടായി ഇന്നത്തെ സീനിൽ. അതൊക്കെ നമുക്കൊരു പാരന്റ് തോന്നുന്നത് കാണുമ്പോൾ വിഷമമുണ്ടാവും ആർക്കായാലും. നമ്മളുടെ താല്പര്യം ഈ പറഞ്ഞ ഗവൺമെന്റിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രികളും പിന്നെ ഈ പറഞ്ഞ ഏറ്റവും ബഹുമാനപ്പെട്ട അവിടുത്തെ MP MLA യും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ശ്രീരാമനെ അയാളുടെ എക്സിക്യൂഷനിൽ സഹായിച്ചു കൊണ്ടുപോകണം. അതിലായിരിക്കും നമുക്ക് തൃപ്തി. ഇത് ദേവികുളം സബ് കളക്ടർ ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമന്റെ മാതാപിതാക്കളുടെ വാക്കുകൾ. ഇടുക്കിയിലെ ദേവികുളത്ത് സർക്കാർ ഭൂമി കയ്യേറിയത് ഒഴിപ്പിക്കാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ തടയുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവം ടെലിവിഷനിലൂടെ കണ്ടപ്പോൾ സബ് കളക്ടറായ മകന്റെ സുരക്ഷിതത്വം ഓർത്ത് ഈ രക്ഷിതാക്കൾ ആശങ്കപ്പെട്ടില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ മൂന്നാറിൽ സർക്കാർ ഭൂമി കയ്യേറിയവർക്കെതിരെ ആർജവമുള്ള നിലപാടെടുത്ത ഉദ്യോഗസ്ഥൻ. MBBS ബിരുദം നേടിയ ശേഷം IAS കടക്കണമെങ്കിൽ ശ്രീറാമിന് തനിക്ക് സമൂഹത്തിന് ചെയ്യാനാകുന്ന കർമ്മമേഖലയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകും തീർച്ച. പക്ഷെ അഴിമതിയും പൊതുമുതൽ ദുരുപയോഗവും തടയാൻ ധീരമായ നടപടികളെടുക്കുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് കേരളത്തിൽ തടസ്സം കൂടാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്കാവുമോ? ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കുറേക്കൂടി പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടെന്ന് സമ്മതിച്ചാലും എത്ര കാലം ഈ ആർജവത്തോടെ പ്രവർത്തിക്കാനാവും? ചുട്ടുതിന്നുമ്പോൾ കൊല്ലനും കൊല്ലത്തെയും ഒന്ന് എന്ന് പറഞ്ഞതുപോലെ ഇത്തരം വിഷയങ്ങളിൽ കൊടിയുടെ നിറം മറന്ന് എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നാകും. പിന്നെ നീതിക്ക് വേണ്ടി നിലകൊണ്ട ഉദ്യോഗസ്ഥൻ സ്ഥലം മാറ്റം വാങ്ങി തെക്ക് വടക്ക് നടക്കും. ഇത് പതിവ് കാഴ്ചയല്ലേ? പ്രാദേശിക തലം തൊട്ട് സംസ്ഥാന തലം വരെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഉയർത്തുന്ന സമ്മർദ്ദങ്ങൾ മൂലം മിടുക്കരും സത്യസന്ധരുമായ പല ഉദ്യോഗസ്ഥരും കേരളം വിട്ടുപോയിട്ടുണ്ട്. അവർക്ക് ഒരുതരം സംരക്ഷണവും ലഭിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സുതാര്യവും നീതിപൂർവവുമായി പ്രവർത്തിക്കുന്ന സിവിൽ സർവീസാണ് ഭരണത്തെ മികവുറ്റതാക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ജനക്ഷേമകരമായി ഭരിക്കാൻ ആഗ്രഹിക്കുന്ന സർക്കാരുകൾ ചെയ്യേണ്ടത് നിയമാനുസരണം പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കലാണ്. സുഗമമായി പ്രവർത്തിക്കാനുള്ള പിന്തുണ സർക്കാർ നൽകണം. തടയേണ്ടത് തെറ്റുകളെയാണ്, ശരികളെയല്ല. മിടുക്കനായ മകന്റെ നീതിബോധത്തെ ഓർത്ത് ശ്രീരാമന്റെ രക്ഷിതാക്കൾ ആശങ്കപ്പെടുകയല്ല, അഭിമാനിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടുന്ന സാഹചര്യമൊരുക്കുകയാണ് ശരി ആഗ്രഹിക്കുന്ന ഭരണകൂടം ചെയ്യേണ്ടത്. ശ്രീറാം വെങ്കിട്ടരാമനെ പോലുള്ള ഉദ്യോഗസ്ഥർക്ക് നിർഭയം പ്രവർത്തിക്കാൻ അവസരം ഒരുങ്ങുമ്പോഴേ ശരിയായ അർത്ഥത്തിൽ നീതി നിർവഹണം സാധ്യമാകൂ. അല്ലെങ്കിൽ ജിബ്രാന്റെ കഥയിലെ പോലെ കള്ളൻ ചൂണ്ടിക്കാണിക്കുന്നവന്റെ മേൽ ശിക്ഷ നടപ്പാക്കുന്ന രാജ്യമായി നമ്മുടേത് തുടരും.
നിരപരാധിയുടെ കണ്ണ് നമ്മൾ ചൂഴ്ന്നെടുക്കും.